നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ നമുക്ക് ഉറപ്പായും പറയാം, റസൂലുള്ളാഹിന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് അള്ളാഹു തീർച്ചയായിട്ടും സ്വീകരിക്കും. മാത്രമല്ല, ഇബാദത്തുകളൊക്കെ സ്വീകരിക്കാൻ നിയ്യത്ത് വേണം. സ്വലാത്തിന് നിയ്യത്ത് പോലും ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഒരാൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് അള്ളാഹു 10 നന്മകൾ എഴുതപ്പെടുകയും 10 തിന്മകൾ മായ്ച്ചു കളയുകയും 10 ദറജകൾ അള്ളാഹു ഉയർത്തപ്പെടുകയും 10 മുസീബത്തുകൾ അവനിൽ നിന്നും നീക്കപ്പെടുകയും ചെയ്യും. നബിയുടെ മേലിലുള്ള സ്വലാത്ത് 2 ലോകത്ത് നമുക്ക് വിജയമാണ്, നന്മയാണ്, രക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്തിനെ എന്റെ ഹളറത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആണ് സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ അതിന്റെ ഹളറത്തിലേക്ക് നേരിട്ട് വെളിവാക്കപ്പെടും. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മരണപ്പെട്ടു പോയ ആളുകളുടെ ശരീരം മണ്ണ് തിന്നുകയില്ലയോ? അപ്പോൾ റസൂലുള്ളാഹ് മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ. റസൂലുള്ളാഹ് മറുപടി പറഞ്ഞു, അംബിയാക്കളുടെ ശരീരം ഭൂമിയുടെ മേൽ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. അവർ എങ്ങനെയാണോ ജീവിച്ചിരിക്കുന്നത്, ഖബറിലും അതുപോലെ ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ജീവിതത്തിൽ നമുക്ക് നന്മയെ ഉണ്ടാക്കൂ, 2 ലോകത്തും വിജയമേ ഉണ്ടാക്കൂ. ജീവിതത്തിൽ സ്വലാത്ത് അധികരിപ്പിക്കുക. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം. നാളെ മഹ്ശറ ലോകത്ത് പുണ്യ റസൂലിന്റെ അരികിൽ ഇരിക്കാനും അവിടെ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുവാനും അവിടുത്തെ ശഫാഅത്തിൽ പെടാനും നമുക്ക് സ്വലാത്ത് അനിവാര്യമാണ്. അള്ളാഹു ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.